ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് അടുക്കള വിശേഷങ്ങളൊന്നുമല്ല കേട്ടോ, അല്ലാതെ നാട്ടിൻ പുറത്ത് ജീവിക്കുന്ന ഒരു കൊച്ചു വീട്ടമ്മയുടെ കുഞ്ഞു വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മൾ സത്യസന്ധമായിട്ടുള്ള വീഡിയോകളാണല്ലോ ചെയ്യുന്നത്. നമ്മൾ ഒരു എച്ചുകെട്ടലും ഒന്നുമില്ല. നമ്മളൊക്കെ എങ്ങനെയൊക്കെയാ നമ്മുടെ വീട്ടിൽ അതൊക്കെ തന്നെയാണ് എന്നും കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആരും പരാതിയൊന്നും പറയണ്ട, ആരുടെയും വീഡിയോ ഒന്നും കാണാൻ വരുന്നില്ല, ഒന്നും പറയണ്ട. ഇത് എനിക്ക് കമൻറ്റ് തരുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ എല്ലാം നമ്മുടെ ചാനലിൻ്റെ പേരെല്ലാം എഴുതി വെച്ചിട്ട് അപ്പോഴാരെയും വിട്ടുപോയെന്ന് ആരും പറയരുത്. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെ എല്ലാം ഞാൻ തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴേ ഈ ഒരു ഡയറി എടുത്ത് ഇതിൽ പേന മൊത്തം എഴുതി തീർത്തപ്പോൾ ഈ ഒരു ഡയറിയും പിടിച്ചു ഈ ഒരു പേരയും പിടിച്ച് ഇങ്ങനെ അങ്ങ് നടക്കുമോ. എന്നിട്ട് അണ്ണ എന്നോട് പറഞ്ഞേ, നിന്നെ ഞാൻ അംഗനവാടി കൊണ്ടിരുത്തും. ഞാൻ ചോദിച്ചു എന്തിനാ? അപ്പോഴേ ഇത് തന്നെ നീ ഊണിലും ഉറക്കത്തിലും ഇപ്പം ഇതല്ലേ നിൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോഴേ നിന്നെ ഞാൻ അംഗനവാടി കൊണ്ടിരുത്തും. മര്യാദയ്ക്ക് ഇവിടെ അടങ്ങി ഒതുങ്ങി ജീവിക്കണം. അതൊക്കെ ഞാൻ പറഞ്ഞു. ഇതിപ്പോൾ എൻ്റെ ഒരു ജീവിത മാർഗ്ഗം, അതുകൊണ്ട് ഞാൻ ഈ ഡയറി പിടിക്കും. അപ്പോഴെല്ലാ കൂട്ടുകാരുടെയും പേരെഴുതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ എല്ലാവരെയും നമ്മൾ എല്ലാവരെയും നമ്മൾ സപ്പോർട്ട് ചെയ്യും. ആരും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ലെന്ന് പറയല്ലേ. അപ്പോഴേ കാണുന്നത് നമ്മൾ ടിക്കിട്ട് പോകും. അല്ലാത്തത് ഇങ്ങനെ ഗുണന ചിഹ്നമൊക്കെ ഇട്ട് എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ ഇട്ട് വെക്കും കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും അടുത്ത് ഞാൻ വരും. ദിവസം കഴിഞ്ഞാലും നമ്മൾ പിറ്റേന്ന് വന്ന് നമ്മുടെ വീഡിയോകളൊക്കെ കാണും കേട്ടോ. എന്നെ സപ്പോർട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തിരിച്ച് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഒരിതല്ലേ കേട്ടോ. അപ്പോഴതേ ഇങ്ങനെ എഴുതി കുറിച്ച് വെച്ചേക്കുക. ഇനിയിപ്പോൾ അടുത്ത ഡയറി എനിക്ക് തോന്നുന്നു അടുത്ത ഡയറി എടുക്കണമെന്ന് കേട്ടോ. ഇതിനകത്ത് പ്രാർത്ഥനകളും എഴുതുന്നുണ്ട്. ഇതിനകത്ത് പ്രാർത്ഥനകളുണ്ട്, പാട്ടുകളുണ്ട്, എല്ലാം ഉണ്ട്. ഇന്ന് മോരമ്മതൻ മക്കളായി തെളിയുവാൻ ഉള്ളം തുടിക്കുന്നു സൽഗുരുവേ, ഉള്ളം തുടിക്കുന്നു സൽഗുരുവേ. കാണുന്ന പാട്ടുകളെല്ലാം ഇതിനകത്ത് എഴുതി ചേർക്കും. എന്നിട്ട് ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ ഇന്നാളെ ഞാൻ ഒരു ഷോർട്ട് ഇട്ടപ്പോൾ അതൊക്കെ ഇങ്ങനെ ചുമ്മാ ഓരോ പാട്ട് പാടിയിട്ട് അപ്പോഴേ എഴുതി വെച്ചാൽ നമുക്കത് പഠിക്കാൻ ഒക്കുമല്ലോ കേട്ടോ. അത് കറക്റ്റായിട്ട് ഞാനൊരു പാട്ട് പഠിച്ചതായിട്ടോ ഷോർട്ടിനകത്ത് ചുമ്മാ. അപ്പോൾ എല്ലാവരുടെയും പേര് ഇതിനകത്തുണ്ട് കേട്ടോ. ആരും വിഷമിക്കല്ലേ, ഞാൻ വരും. ഒരു ദിവസം കഴിഞ്ഞാലും നമ്മൾ വരും. ഒരു ദിവസം കൊണ്ട് നമുക്ക് കൂട്ടുകാരുടെ അടുക്ക എല്ലാവരുടെയും അടുത്ത് എത്താൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ആരും വിഷമിക്കല്ലേ. എല്ലാവരുടെയും പേര് ഇതേ ഈ സുപ്രു ആളുണ്ടല്ലോ, ആരാന്നറിയാമോ? ഇനിയിപ്പം കാണേണ്ടതാ ഇതെല്ലാം. 12 മണി നാക്കൊക്കെ എന്തുവാണ് 12 മണി സമയത്ത് ഞാൻ ഉറക്കമില്ലാതെ വീഡിയോ കാണും കേട്ടോ. എന്നിട്ട് കമൻ്റൊക്കെ ചിലപ്പം സമയം കിട്ടുന്നതിനനുസരിച്ചായിരുന്നെന്ന് വെച്ച് രാത്രി എനിക്ക് കണ്ടുപിടിക്കത്തില്ല കേട്ടോ. കുത്തുന്നത് ചിലപ്പം പള്ളിയും പുള്ളിയൊക്കെ തെറ്റിപ്പോയാൽ നിങ്ങൾ തന്നെ ഓടിച്ചിട്ടടിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാം നമ്മൾ. അപ്പോൾ അതൊക്കെയാണല്ലോ നമുക്ക് അത്യാവശ്യം. എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവരാണ് തിരിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവരെയും നമ്മൾ രക്ഷപ്പെടുത്തും. അത്ര വെള്ളത്തിൽ. അപ്പോഴും നമ്മുടെ കുഞ്ഞു വീഡിയോ ഒക്കെ കാണാൻ പോകാം കേട്ടോ. എന്തൊരു വെയിലാ, ഒന്നും പറയണ്ട വെയിലിൻ്റെ കാര്യം. അപ്പോഴും നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. എൻ്റെ കുഞ്ഞു വീട്ടിലെ വിശേഷങ്ങളാണ് എന്നും സന്തോഷം കേട്ടോ. നമുക്ക് വീഡിയോ കാണാൻ പോകാം കേട്ടോ. രാവിലെ നമ്മുടെ അണ്ണനെ ഒന്ന് സോപ്പിലിടാം. അതിന് വേണ്ടി ഇതേ ഇന്ന് ഷർട്ടൊന്ന് തേച്ച് കൊടുക്കാം നൈസായിട്ട് കേട്ടോ. അപ്പം ഇന്ന് എന്തോ കാര്യം സാധിക്കണമല്ലോ ഇവർക്ക്. ഇന്ന് എൻ്റെ ഷർട്ടൊക്കെ തേച്ച് തരുന്നല്ലോ എന്ന് വിചാരിക്കും കേട്ടോ. ഇന്നൊരു സോപ്പിടിയിലുണ്ട്. അതിനായിട്ടാണ് ഞാൻ കേട്ടോ. കാണുന്നുണ്ടല്ലോ അല്ലേ? അതിനായിട്ടാണ് നമ്മളിവിടെ തേക്കുന്നത് കേട്ടോ. കുളിക്കുന്ന ചാടി ഇറങ്ങി വരുമോ എന്തുവാന്നാ. ഇവിടെ ആരോടാ വർത്താനം പറയുന്നതെന്നും പറഞ്ഞ് എങ്ങാനും വന്നാൽ ഞാൻ മാത്രമാണെങ്കിൽ വേണ്ടിയല്ലേ. ഇപ്പം നിങ്ങളും കൂടെ കണ്ടുകൊണ്ടിരിക്കുമല്ലേ. ഞാനതുകൊണ്ട് എന്തായാലും ഇറങ്ങുന്നതിന് മുൻപ് നമുക്ക്
വേഗം തന്നെ തേക്കാം കേട്ടോ. സോപ്പിട്ടാലേ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ മന്ദഗതിയിലായിരിക്കും കാര്യങ്ങളൊക്കെ കേട്ടോ. ഞാൻ അങ്ങനെ തേച്ചൊന്നും കൊടുക്കാറില്ല കേട്ടോ, അണ്ണൻ തന്നെ തേച്ചിരുന്നേ. അണ്ണന് ഇഷ്ടമുള്ള ഡ്രസ്സ് ഷർട്ടൊക്കെ അവരവരുടെ ഇഷ്ടത്തിനായിരുന്നു. കൊച്ചുള്ള ആയത് ഇവിടെ ആർക്കും ഞാൻ അങ്ങനെ തേച്ച് കൊടുക്കേണ്ട കാര്യമില്ല. അവരവരുടെ ഡ്രസ്സ് അവരവർ തന്നെ കേട്ടോ. എൻ്റേത് പിന്നെ ഞാൻ അങ്ങനെ തേക്കാറൊന്നുമില്ലേ. സാരി തേച്ചാൽ അപ്പോഴും ഉരുകി പോകും കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ സാരി തേക്കാറില്ല. പിന്നെ കോട്ടനോ അങ്ങനെ ചുമ്മാ ഒന്ന് ഞാൻ ഓടിച്ചിട്ടൊന്ന് തേക്കും കേട്ടോ, അതേ ഉള്ളൂ. ഇന്നിപ്പം വിചാരിക്കേ എന്തോ പറ്റി ഇതൊക്കെ ഇന്ന് കാക്ക മലന്ന് തന്നെ പറക്കും. ചുമ്മാ അതല്ല, ഞാൻ ഇങ്ങോട്ട് വന്നപ്പം കാക്ക മലന്ന് പറഞ്ഞത് വിചാരിക്കും കേട്ടോ. അയ്യോ അവിടെ തീരാറായും തോന്നും. വെള്ളം പടപട 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 പടോ പടപടപടാന്ന് ഒഴിക്കും കേട്ടോ. സ്പ്രേ ഒന്നും അടിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ അതിനെന്തോ ചെയ്യുമോ, ചിലപ്പോഴെങ്ങാണ് വട്ട് കയറുമ്പോൾ തോന്നും തേച്ചിട്ടെ എല്ലാത്തിനകത്തും സ്പ്രേ അങ്ങ് ഒഴിക്കും. അല്ല, സ്പ്രേ അങ്ങ് ചീറ്റിയിടും. അല്ല, ഇതിനകത്ത് തന്നെ കേട്ടോ. അല്ലെങ്കിൽ സ്പ്രേ ഒക്കെ ഇഷ്ടമല്ല കേട്ടോ. സ്പ്രേ ഒന്നും അടിക്കത്തില്ല. ഇതിനകത്തെന്തോ വല്ല ഏതോ ഒന്ന് കിടന്നു പോക്കറ്റിൽ. എൻ്റെ തപ്പൊക്കെ വലിയ ഞാൻ വിചാരിച്ച വല്ല നിധിയായിരിക്കുന്നു. രാവിലെ ലോട്ടറി വല്ല അടിച്ചതായിരിക്കുന്നു കേട്ടോ. പെൺപിള്ളേരെ പറഞ്ഞേക്കാം, കെട്ടിയമാറയുടെ തുണിയൊക്കെ തേച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഇല്ലല്ലോ നല്ല അടി എല്ലാത്തിനും വാങ്ങിക്കണം. ആഹാ, ഈ ചേച്ചി പറയുന്നതൊക്കെ കേട്ടണം കേട്ടോ. കേട്ടാ, തുണി കഴുകിയിട്ട് കൊടുക്കണം. പിന്നെന്തൊക്കെ ചെയ്യണം, വിളമ്പി കൊടുക്കണം. ചില പെൺപിള്ളേരുണ്ട് വിളമ്പിയും കൊടുക്കത്തില്ല, അവിടെ തോർത്തിട്ട് അടിക്കുന്നു. ഇപ്പൊ ഇറങ്ങി വരും കേട്ടോ. ഹലോ, ഇപ്പഴേ ഇറങ്ങി വരല്ലേ, ഇപ്പഴേ ഇറങ്ങി വരല്ലേന്ന്. അത് വലിയ വരുന്നത് കേട്ടോ. ഒന്നുമില്ല, ഇപ്പഴേ ഇറങ്ങി വരല്ലേന്ന്. ഇപ്പഴേ ഇറങ്ങി വരല്ലേന്ന്. പിന്നെ പറയണ ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂന്ന്. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഇപ്പഴേ ഇറങ്ങി വരല്ലേ. അവിടെ നിന്നോ, പാത്തു നിന്നോ കേട്ടാ, കേട്ടോന്നേ. സത്യം പറഞ്ഞ എനിക്ക് ഈ നമ്മുടെ കണ്ടല്ലോ ഈ തേക്കുന്ന ഈ സംഭവം ഉണ്ടല്ലോ ഓൺലൈനിൽ ഇത് എവിടാ ഒന്ന് ഇടുന്നത്. സത്യം പറഞ്ഞ ഉണ്ടല്ലോ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചത്. അതേ നമ്മൾ തേക്കുന്നുണ്ടല്ലോ, എനിക്ക് ഭയങ്കര നടുവേദനയായിരുന്നു കേട്ടോ. ഇത് നമുക്ക് നല്ലതാട്ടോ, ഇല്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിച്ചു. ഇത് പൊക്കി എടുക്കണമല്ലോ. 1000 രൂപ കേട്ടോ. നല്ല സംഭവം. എനിക്ക് 2 ഉണ്ട് കേട്ടോ. നല്ലതായി. ഇതിനെന്തോ പറയുന്നേ, തേക്കുന്ന ടേബിളോ എന്തുവാന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിനകത്ത് തേക്കാൻ. നമുക്ക് കുനിയെ വേണ്ട, നടുവേദനയുള്ളവർക്കൊക്കെ നല്ലതായത് കേട്ടോ. സാരിയൊക്കെ തേക്കാനും ഒക്കെ നല്ലതാ. വീതി കൂടിയ മേശയെക്കാട്ടിലും നല്ലത് ഇതാണ് കേട്ടോ. ഇതുവരെ ഇറങ്ങി വന്നില്ല, ഞാൻ പറഞ്ഞത് കൊണ്ടായിരിക്കും. നല്ലത് കേട്ടോ. 1000 രൂപ കേട്ടോ. ഞാൻ 2 വാങ്ങിച്ചു. ഇത് നമ്മുടെ ഇപ്പം ഈ കഴിഞ്ഞൊരു ഓണം ഉണ്ടല്ലോ, കഴിഞ്ഞ ഓണം ഉണ്ടല്ലോ, അതിന് വാങ്ങിച്ചത് കേട്ടോ. നല്ലതാ. തുണിയും അതിൻ്റെ ആ സംഭവങ്ങളും എല്ലാം നല്ലതാണ്. ഇതുവരെ ഇറങ്ങി വന്നില്ല കേട്ടോ. പാവം അടങ്ങോട്ട് പാത്തിരിക്കാം. ഇറക്കിയിടട്ടെ ഞാനൊന്ന്. അപ്പോഴേ പുത്തനച്ചി പെരപ്പറം തൂക്കാൻ പോകും കേട്ടോ. ഒത്തിരി ദിവസം കൊണ്ട് വിചാരിക്കുന്നത് നമ്മുടെ പെരയുടെ മുകളിൽ ഇത്തിരി കയ്യിൽ കിടക്കുന്നു മാവിൻ്റെ. ഞാൻ വിചാരിച്ചു വെയിലൊക്കെ ഉണ്ട്, എന്നാലും നമുക്ക് തൂക്കണമല്ലോ. നമ്മുടെ താഴെ മാത്രം തൂത്തുകൊണ്ട് നിന്നാൽ മതി, നമുക്ക് മുകളിലും വൃത്തിയാക്കേണ്ടി കേട്ടോ. മാവിൻ്റെ കയ്യില ഒത്തിരി. എൻ്റെ എനിക്കിതൊക്കെ വൃത്തിയാക്കി തരുന്നേ ഒരു 3-4 ദിവസം കൊണ്ട് കാണുന്നില്ല. എവിടെ പോയോ എന്തോ. കണ്ടു കിട്ടുന്നവർ എത്രയും പെട്ടെന്ന് എൻ്റെ തിരിച്ചേൽപ്പിക്കേണ്ടതാണ് കേട്ടോ. ഞാൻ തിരക്കുന്നെന്ന് പറയണം, എൻ്റെ അടുത്തുള്ളവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ കേട്ടോ. ഇത് നമുക്ക് തൂത്തുവാരണ്ടേ, പറയും നിന്നാൽ മതി.
ഇതിൻ്റെ മേലിലൊന്നും കയറി നിൽക്കാൻ ഒക്കത്തില്ല കേട്ടോ. ഞങ്ങളുടെ എണ്ണം കൂടി ഇന്നാലൊന്ന് തൂക്കവാം. കരിയില്ല, നമ്മുടെ തന്നെ മാവിൻ്റെ കരിയില്ല കേട്ടോ. അവനൊട്ട് കായ്ക്കുന്നതുമില്ല, മാങ്ങ തരുന്നു അതുമില്ല. വെറുതെ മനുഷ്യനെ മെനക്കെടാനായിട്ടടാ അവനവിടെ. പക്ഷെ അവനോട് ഞാൻ നേരെ അങ്ങോട്ട് ചോദിക്കാം, ഡാ ഈ മാങ്ങ തരുമോ അതോ എൻ്റെ അണ്ണൻ്റെ സൈറ്റിൽ പോയി പലകയായിട്ട് നിനക്ക് കിടക്കണോ? നിനക്ക് അങ്ങനെ കിടക്കണ്ട എങ്കിൽ മര്യാദയ്ക്ക് അടുത്ത വർഷം മാങ്ങ തന്നോണം. അവനോടാ ഞാൻ ചോദിക്കുന്നത്. പിന്നെ അങ്ങോട്ട് ക്യാമറയ്ക്കകത്തങ്ങ് ചോദിച്ചെന്നേ ഉള്ളൂ കേട്ടാ. അവിടെ വിൽപ്പുണ്ട് കേട്ടോ അവന്. ഇതിൻ്റെ കീഴത്തൊക്കെ ഉണ്ട് കരിയില. എന്ത് ചെയ്യും? കരിയില തന്നെ കരിയില. അപ്പൊ അതിനകത്ത് കയറാൻ എന്നെ കൊണ്ടൊക്കത്തില്ല കേട്ടോ, പടിയാ. എത്തിപ്പോയി. കരിയില എല്ലാം കിട്ടി കേട്ടോ. ഇതിന്റെ മേലൊന്നും നിൽക്കാൻ ഒക്കത്തില്ല, നമുക്ക് ഭയങ്കരമായിട്ട് ചീടും. ഈ കരിയിലയെല്ലാം ഇനി താഴെ കൊണ്ടുപോകണം കേട്ടോ. അതും ഒരു പണിയാണ്. തിരിച്ചു വെച്ചപ്പോൾ നമ്മുടെ മൊബൈലിനകത്ത് ഭയങ്കര വെയിലടിച്ച് ചൂടാവുന്നു. ഞാൻ അതുകൊണ്ട് അങ്ങോട്ടങ്ങ് തിരിച്ചു വെച്ചു. എല്ലാം മാറി ഇനി താഴെ കൊണ്ടുവരണം. അതൊരു പണിയാട്ടോ. അതൊരു പണി തന്നെയാണ്. കഴിയും. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയേ ഉള്ളായിരുന്നു കരിയില. ഇപ്പം താഴെ കൊണ്ടുപോകണം. എനിക്ക് ഇതുപോലെയുള്ള ബേസിനൊരു 3-4 എണ്ണം ഓട്ടോ കേട്ടോ. പക്ഷെ നല്ലതാണ്, നമുക്ക് തുണി കഴുകാനും ഒക്കെ. ബംഗാളിമാരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കത്തില്ലോ. പിന്നെ അല്ലാതെ ബേസനുണ്ട്. ഞാൻ ഇതിലെ പോകുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. പക്ഷെ നല്ലത്. എത്ര വർഷമായതാണെന്നറിയാം. ഒന്ന് അമ്മിണിക്ക് കൊടുത്തിട്ടുണ്ട്, ഒന്ന് നമ്മുടെ പഴയ വീടിൻ്റെ അവിടെ തുണി കഴുകുന്നിടത്ത് ഒരെണ്ണമുണ്ട്. പിന്നെ ബാത്റൂമിനകത്ത് നമുക്ക് തുണിയൊക്കെ ഇടാൻ വെച്ചിട്ടുണ്ട്. അല്ലാതെ ഒരു 3-4 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാം കൂടെ കണ്ട അമ്മ വഴക്ക് പറയാൻ പാത്ത് വെച്ചേക്കും അമ്മയെ കാണാതെ. നല്ലതാണ് കേട്ടോ. അവരിതിലെ പോകുമ്പോൾ ഇങ്ങനെ അടിച്ച് തറയിലൊക്കെ ഇട്ട് അടിച്ചുകൊണ്ട് പോകുമല്ലോ. അത് നമുക്കിപ്പോൾ താഴെ പോകാം കേട്ടോ. ഞാൻ ക്ഷീണിച്ച് വെയിൽ കൊണ്ട് ഇനി ഇത് താഴെ കൊണ്ടുപോകണം കേട്ടോ. ചൂല് ഞാൻ ഇതുവഴി താഴോട്ടിടും അപ്പുറത്ത്. അല്ലെങ്കിൽ എല്ലാം കൂടെ ആയാലേ ഇങ്ങോട്ട് വന്നപ്പം തന്നെ മറിഞ്ഞടിച്ച് താഴെ പോകണ്ടായിരുന്നു കേട്ടോ. നമുക്ക് താഴെ പോകാം കേട്ടോ. അടുക്കളയിലും അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം രാവിലെ ഓടിച്ചാടി നടന്ന് പണി ചെയ്യും കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് അടുക്കളയിലെ വിശേഷങ്ങളൊന്നും കാണിക്കേണ്ട. എന്നും അവിടെ അതൊക്കെയല്ലേ ചെയ്യുന്നത് നമ്മൾ. അല്ലാതുള്ള വിശേഷങ്ങളൊക്കെ കാണാമെന്നത് കേട്ടോ. അപ്പോഴതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ അവിടെയും നിൽക്കും, അകത്തുള്ള പണികളും ചെയ്യും. അങ്ങനെയാണല്ലോ വീട്ടമ്മമാർ കേട്ടോ. അപ്പോഴോരോരോന്ന് പരിപാടികൾ ഇങ്ങനെ ഒതുക്കി പറക്കി വയ്ക്കുക. ഞങ്ങളെ ചീനി ഉണക്കി, 2 മൂട് ചീനി ഉണക്കി കേട്ടോ. ഞാൻ ഇന്നലത്തെ കാണിച്ചില്ലേ നമ്മുടെ പിയെ ഉണക്കുന്നതൊക്കെ. എല്ലാവരും കണ്ടോ എന്നോ എനിക്ക് അറിയത്തില്ല കേട്ടോ. 2 മൂട് ചീനി അമ്മ ഉണക്കി. അന്നേരം അതിൻ്റെ മേളിലിട്ടിരുന്നു. ഇതെല്ലാം വാരി വെച്ചു. അപ്പം ഇനി ബക്കറ്റിലാക്കി ഇട്ട് വെക്കട്ടെ. അല്ലെങ്കിൽ അമ്മ വിചാരിക്കത്തില്ലേ ഇവളെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ ഇവള് നേരാവണ്ണം ചെയ്യുമോന്ന് അമ്മ വിചാരിക്കത്തില്ലേ. നാണക്കേടല്ലേ. അപ്പോഴേ ഇതിനകത്തോട്ട് ഇട്ട് വയ്ക്കാം.
എന്ത് കറക്റ്റ് അളവാ നമ്മുടെ അമ്മയ്ക്ക് കേട്ടോ. പിന്നെ ഇനിയൊരു നിറച്ചില്ല, ഞാനും ഉണ്ട് കേട്ടോ. ഞങ്ങളെ കൊതിക്ക് ഇപ്പോഴേ കൊള്ളത്തില്ലെന്ന് കേട്ടോ. ഞാനെന്നാ വിചാരിച്ച അപ്പനും അമ്മയും വന്നപ്പോഴേ നമുക്കെന്ന് വെച്ച് ചീനി വേവിക്കാം അതിൻ്റെ അടുത്ത്. പക്ഷെ അമ്മ പറഞ്ഞ് കൊള്ളത്തില്ല, ഇപ്പോഴേ എടുക്കണ്ട, കൊള്ളത്തില്ല. അപ്പോഴെനിക്ക് തോന്നുന്നു അമ്മ വിചാരിക്കുന്നത് എന്താ, മിഥുനം കർക്കിടകവും മഴയുടെ സമയം ഏതാ, കുംഭം മിഥുനവും കുംഭം മീനവും. മഴയുള്ള സമയത്താണെന്ന് തോന്നി കേട്ടോ. നമുക്ക് മഴയുള്ള സമയത്ത് നീ എടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഇപ്പം കൊള്ളത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അടച്ചു കൂട്ടിയൊക്കെ വെച്ചു. ചീനി നന്നായിട്ട് ഉണങ്ങി കേട്ടോ, നന്നായിട്ട് ഉണങ്ങി. ഇനി അണ്ണൻ്റെ ഷർട്ടൊക്കെ തേക്കണം, പല പല പരിപാടികളുണ്ടോ. ഞാൻ നിങ്ങളെ ഒരു സംഭവം കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നലെ ചന്ദനം ഗാർഡനോ ഒരു മോളുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ആള് ഷോർട്ടൊക്കെ ഇടുമ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തെ താങ്ക്സ് ചേച്ചി, എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന്. അതൊക്കെ കേട്ടോ, നമുക്ക് എന്നെ എന്തായാലും ആരെന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിലും തിരിച്ച് 2 ദിവസം കഴിഞ്ഞാണെങ്കിലും ഞാൻ വന്ന് സപ്പോർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനെന്ന് വെച്ചാൽ എഴുതി വെക്കും, എനിക്ക് വരുന്ന കമൻറ്റുകളെല്ലാം ഞാൻ എഴുതി വെക്കാറുണ്ട്. ഒന്ന് നമ്മൾ മറന്നു പോയാലും നമുക്ക് കണ്ട വീഡിയോയ്ക്ക് ടിക്ക് ചെയ്യും, ഇല്ലാത്തത് ഞാൻ ടിക്ക് ചെയ്യത്തില്ല. അപ്പോഴും നമുക്ക് പിറ്റേന്നായാലും അയ്യോ നമ്മൾ കണ്ടില്ലല്ലോ, നമ്മുടെ കൂട്ടുകാരുടെ വീഡിയോ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് പിറ്റേ ദിവസമാണല്ലോ ഞാൻ ആ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യും കേട്ടോ. അങ്ങനെ ആരും വിചാരിക്കേണ്ട, ഞാൻ എഴുതി വെക്കും, ഞാൻ കാണിക്കാം എൻ്റെ ഡയറി കേട്ടോ. ഡയറി ഞാൻ കാണിക്കാം. അപ്പോഴും ആ മോൾ ഇന്നലെ എന്തോ ഒരു ഇത് ചെയ്തായിരുന്നു കേട്ടോ. ഇതുപോലെ നമ്മുടെ പിസ്തയുടെ തോട് വെച്ച്. പക്ഷെ ആ ഐഡിയ ഒക്കെ എനിക്ക് മനസ്സിലുണ്ട്. പെയിൻറ്റ് വാങ്ങിക്കണം, ഇനി മോന് പരീക്ഷയൊക്കെ കഴിയുമ്പോൾ പെയിൻ്റൊക്കെ വാങ്ങിച്ച് ഞാനും ഇങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ ഇത് ഞാൻ കാണിക്കാൻ വന്നത്, ഇത് കോവിഡ് സമയത്ത് ഞാൻ ഉണ്ടാക്കിയ ഒരു ഇതാ കേട്ടോ. ഇതെന്ന് വെച്ചാൽ നമ്മുടെ പോപ്കോൺ ഉണ്ടല്ലോ, ഈ പിള്ളേർക്ക് കളിക്കാനൊക്കെ ഇല്ല, പോപ്കോൺ എന്തോ പൊരിയുടെ ആ സംഭവം, അത് വാങ്ങിക്കുന്ന ആ സംഭവമാണ് ഇത് കേട്ടോ. ആ ഒരു ടിന്നാണിത്. അത് ഞാൻ പുറത്ത് നമ്മുടെ ചണച്ചാക്കുണ്ടല്ലോ, അപ്പോൾ അന്നൊക്കെ ഒരുപാട് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ചാക്കും വെച്ച് ഇങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ തലമണ്ടയിൽ ഒരു ചെറിയ ഒരു വെട്ടം വീണു. ഞാനപ്പോഴെന്താ ആ പുതിയ ചാക്കായിരുന്നു, റേഷൻ കടയിൽ നിന്ന് ഞാൻ ഇതിനായിട്ട് അണ്ണനെയും കൊണ്ട് വാങ്ങിപ്പിച്ചു. എന്നിട്ട് ഞാൻ ആ ചാക്ക് ഇങ്ങനെ കീറിയിട്ട് ഇത് ഒരു ചെടിച്ചട്ടി മാതിരി ഞാനിത് ആക്കി. ഇത് കണ്ടോ, ചെടിച്ചട്ടി മാതിരി ഞാനാക്കി. കാണുന്നുണ്ടോ? കുഴപ്പമില്ല കേട്ടോ, എൻ്റെ ബുദ്ധിയല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ഇതൊക്കെ കൊടുത്തു. ഇവിടെയൊക്കെ അങ്ങോട്ട് ഇതിനൊക്കെ പറയുന്നത് ആ സംഭവമൊക്കെ ചെയ്തു. എന്നിട്ട് അപ്പുറത്ത് അനിയൻ്റെ വീട്ടിൽ അവൻ്റെ എന്തോ രുദ്രാക്ഷല്ലേ ഏതോ ഒരു മരം ഉണ്ടായിരുന്നു, അതിനകത്ത് നിന്ന് തറ വീഴുമായിരുന്നു. അതൊക്കെ പോയി നുള്ളി പറക്കി ഇതിനകത്ത് ചുറ്റിനും തന്നെ ഒട്ടിച്ച് വെച്ചിരുന്നത്. പക്ഷെ അതെല്ലാം ഇളകിപ്പോയി കേട്ടോ, എൻ്റെ ഒട്ടിയിടല്. എപ്പോഴും ഞാൻ വിചാരിച്ച ഇനി ഇതിനകത്തൊരു ചെടി ഇട്ട് വെച്ചാൽ നല്ല വെള്ളം ഒഴിച്ച് വെക്കേണ്ട പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ വെള്ളം ഒഴിച്ച് നമുക്ക് വെള്ളത്തിൽ കിളിക്കുന്ന എന്തെങ്കിലും ചെടി നടാന്ന്. അപ്പോൾ ഇന്നാൾക്ക് എന്നോട് ആരോ പറഞ്ഞായിരുന്നു എന്തെങ്കിലും ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കാണിക്കണമെന്നത്. ഏത് മോളാ പറഞ്ഞതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്തതാണ് ആ മെഴുകുതിരി പൂ കേട്ടോ. നമ്മുടെ കോവിഡ് വന്നു പോയിട്ട് എത്ര നാളായി. അപ്പോൾ ആ മെഴുകുതിരി ഒത്തിരി ഉണ്ടാക്കി. ഈ വീട് നിറച്ചും മെഴുകുതിരിയുടെ പൂക്കൾ പല രീതിയിൽ ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നു. പക്ഷേ ഈ പെര നിറച്ചും അതായപ്പം പിന്നെ ഞാൻ എവിടെ കൊണ്ടുവയ്ക്കും, പിന്നെ ഞാൻ ഉണ്ടാക്കിയില്ല കേട്ടോ. എനിക്കും ഇഷ്ടം ഇങ്ങനെ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ കേട്ടോ. ആ കോവിഡ് സമയത്ത് ഉണ്ടാക്കിയത് ഇതൊന്നും ഞാൻ കളയാതെ സൂക്ഷിച്ചേക്കും കേട്ടോ. നമ്മുടെ കളർ പേപ്പറിനകത്ത് ഒത്തിരി ചെയ്തായിരുന്നു ഇതിൻ്റെ. നമ്മുടെ പുൽച്ചൂലുണ്ടല്ലോ, പുൽച്ചൂലൊക്കെ വെച്ചുള്ളത്. പുൽച്ചൂലിനകത്ത് ഇതേമാതിരി വേറെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി ഞാൻ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇനി നമുക്ക് എന്തെങ്കിലും ചെടി ഇട്ട് വെക്കാം അല്ലേ. ഒരു ചട്ടി മാതിരി ഉണ്ടല്ലേ. ഇത് ഞാൻ താഴെ എടുത്ത് വെച്ചിരുന്നു. ഇപ്പം നമ്മുടെ ആ ബക്കറ്റ് എടുക്കാൻ പോയപ്പോൾ ഇതെനിക്ക് കിട്ടിയതാണ് കേട്ടോ. നമ്മൾ ചെയ്യുന്നതൊക്കെ ഒന്ന് കാണിച്ചു തരണ്ടേ നമ്മുടെ കൂട്ടുകാർക്ക്. ഇനി അതിനകത്ത് ഞാൻ എന്തെങ്കിലും ഇട്ട് വെക്കാം കേട്ടോ. ചെടികൾ വെള്ളത്തിനകത്ത് ഇട്ട് വയ്ക്കുന്ന ചെടികൾ ഇട്ട് വയ്ക്കാം. എൻ്റെ ദൈവമേ, അത്ര പറഞ്ഞപ്പോഴത്തേന് ഞാൻ ക്ഷീണിച്ചു. ഇനി ഇത് എവിടെയെങ്കിലും ഒന്ന് വെക്കട്ടെ. അമ്മ എനിക്ക് പറയത്തില്ലേ, ഈ പെണ്ണിനെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് പോയാൽ അവള് നേരാവണ്ണം ഒന്നും ചെയ്യത്തില്ലെന്ന്. നാണക്കേടല്ലേ, നിങ്ങൾക്കും കൂടെ നാണക്കേടല്ലേ. നിങ്ങളുടെ കൂട്ടുകാരി ഇങ്ങനെ അടിച്ചിപ്പെണ്ണാന്ന് പറയത്തില്ലേ നിങ്ങൾ.
നോക്കിയപ്പം നമ്മുടെ ആ ചട്ടിക്കകത്ത് വെള്ളമില്ല. പാവം ചിന്നു തത്തി തത്തി നടക്കുക. ചിന്നു വെള്ളമില്ലയോടി അതിനകത്ത്? ചിന്നു വെള്ളമില്ലയോ? ചിന്നുവേ വെള്ളമില്ലയോ? ചിന്നുവേ. ചിന്നുവിന് അതിനകത്ത് വെള്ളമില്ല. ചിന്നു പിണങ്ങിപ്പോകുന്നു. വീണ്ടും തിരിച്ച് വരുന്നു ചിന്നു. ചിന്നു തത്തി തത്തി നടക്കുന്നു. അവിടെ ബക്കറ്റിനകത്ത് അതിനകത്തുനിന്ന് വെള്ളം വീഴുന്നുണ്ട് കേട്ടോ. ചിന്നുവിൻ്റെ ബോയ് ഫ്രണ്ടിനെ കാണണോ? ദേ അതിനകത്തിരിപ്പുണ്ട് ചിന്നുവിൻ്റെ ബോയ് ഫ്രണ്ട്. ദേ കണ്ടോ, രണ്ടുപേരും കൂടെ ആയിരുന്നു വന്ന് ഇരുന്ന് വെള്ളം കുടിച്ചത് കേട്ടോ. ബോയ് ഫ്രണ്ട് അതോ അവിടെ ഇരിക്കുന്നു. അവനേതാണ്ടൊക്കെ ഇരുന്ന് വഴക്ക് പറയുന്നു. എടി വാടി ചിന്നു, വാടി ചിന്നു എന്നൊക്കെ പറയുന്നു കേട്ടോ. വാടി ചിന്നു, വാടി ചിന്നു എന്നൊക്കെ പറയുന്നു. തത്തമ്മി പൂച്ച പൂച്ച പൂച്ച.